ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ണിയപ്പാട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഏലക്ക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലെ ചുടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് വേറൊരു പാത്രത്തിലാട്ടോ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. അപ്പോൾ നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് പഴയൊരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാട്ടോ, കുറേ പഴക്കമുള്ളതാണ്. പക്ഷെ നന്നായി തന്നെ കിട്ടും ഇതിൽ ചുട്ടെടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ പച്ചമുളകാണ്. അപ്പോൾ അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്, അടുപ്പത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അവിടെ ഇട്ട് കൊടുത്തതാണ്. ചോറിനുള്ള വെള്ളം അപ്പുറത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അടുപ്പത്താട്ടം ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്പൂൺ റവ കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർന്നത് നല്ല ചൂടായതുകൊണ്ട് കുറച്ചൊന്ന് പാളിപ്പോയി. അപ്പോഴേക്കും എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞു പോയിട്ടോ. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ചുട്ടത് കരിഞ്ഞു പോയിട്ടോ. മറിച്ചിട്ട് കൊടുത്ത് അതിന് ശേഷമാണ് ഫോൺ വന്നത്. അപ്പോൾ അത് കരിഞ്ഞു പോയി. ഇത് രണ്ടാമത് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ടോ. 2 സ്പൂൺ റവ കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി സോഫ്റ്റായി തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഫസ്റ്റത്തെ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.